Hi friends, welcome back to our channel Cook with Stuti. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ഗ്രേപ്സ് വെച്ച് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചു. പാനിലേക്ക് ഞാനൊരു 3 കപ്പോളം ഉള്ള പച്ചവെള്ളമാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 5 ഏലക്ക ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ ഇതേപോലെ ഒരു വലിയ ബൗളിൽ 1 കപ്പോളം ഉള്ള കറുത്ത മുന്തിരി, കുരുവില്ലാത്ത കറുത്ത മുന്തിരി നല്ല രീതിയിൽ വാഷ് ചെയ്ത് വെച്ചത് റെഡിയാക്കി വെച്ചിരുന്നതാണ്. അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു മുന്തിരി നല്ല രീതിയിൽ കുക്കായി വരണം. കുക്കായി അത് നല്ല രീതിയിലൊന്ന് പൊട്ടി വരണം. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് കുക്കായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നല്ല രീതിയിൽ വെന്ത് നമ്മുടെ മുന്തിരിയൊക്കെ കണ്ടോ നല്ല രീതിയിലൊന്ന് പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഇവിടെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ജ്യൂസർ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതേപോലെ മുന്തിരി മാത്രം ഒന്ന് അരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഉള്ള ഡേറ്റ്സ്, കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്ന ഡേറ്റ്സ് ആണ്. നല്ല സോഫ്റ്റ് ഡേറ്റ്സ് തന്നെ എടുക്കണം. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാരയും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് അരഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ മുന്തിരി വേവിച്ച വെള്ളമില്ലേ അത് നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൂടെ വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന ആ ഒരു മുന്തിരി വേവിച്ച വെള്ളമില്ലേ അതും കൂടെ നമുക്ക് ഇതേപോലെ മൊത്തം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ഞാൻ മുന്തിരിയെല്ലാം അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ബൗൾ വെച്ചു. ഇതേപോലെ ഒരു അരിപ്പയും വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെല്ലാം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തണുപ്പിന് വേണ്ടി ഞാനൊരു 3-4 ഐസ് ക്യൂബ്സും കൂടി ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്സ് ജ്യൂസ്, ഈ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 ഗ്ലാസ് വെച്ച് സെർവ് ചെയ്താൽ മാത്രം മതി. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിന്. എല്ലാവരും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. നല്ല ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.